നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ തൊട്ടരികിൽ എത്തി നിൽക്കുന്നു. ഓരോ ഗ്രൂപ്പും എങ്ങനെ, ആരൊക്കെ സാധ്യത, നമ്മുടേതായിട്ടുള്ളൊരു വിശകലനം നമ്മൾ റാഫ് ടോക്ക് പോഡ്കാസ്റ്റ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. വിശദമായിട്ട് ചെയ്തതാണ്. അപ്പോൾ അതൊരു 10-20 മിനിറ്റിലധികമുള്ള വലിയ വീഡിയോ ആണ്. പ്രിയ സുഹൃത്തുക്കൾ അത് കണ്ടിട്ടില്ലെങ്കിൽ റാഫ് ടോക്ക് പോഡ്കാസ്റ്റ് ചാനൽ ഒന്ന് കയറി നോക്കുക. അപ്പോൾ റാഫ് ടോക്ക് പോഡ്കാസ്റ്റ് ചാനലിൽ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളല്ല, അതിൽ കൂടുതൽ വിശകലനങ്ങളാണ്. അത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തുകയും ചെയ്യാം. അതുപോലെ ആ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ പോസ്റ്റ് ഇടാം. അപ്പോൾ നമുക്ക് വേൾഡ് കപ്പ് ആവേശം പങ്കുവെക്കാനുള്ളൊരു ഇടമായിട്ടാണ് റാഫ് ടോക്ക് പോഡ്കാസ്റ്റ് ചാനലിനെ നമ്മൾ മാറ്റുന്നത്. ഏതായാലും നമ്മൾ വേൾഡ് കപ്പിനെ തൊട്ടരികിൽ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഓരോ ഗ്രൂപ്പിൽ നിന്നും ആർക്കൊക്കെയാണ് മുന്നോട്ട് പോകാനുള്ള സാധ്യത കൂടുതൽ നമ്മൾ പരിശോധിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, 48 ടീമുകളുള്ള വേൾഡ് കപ്പ് 12 ഗ്രൂപ്പാണ്. അപ്പോൾ 12 ഗ്രൂപ്പുകളിൽ നിന്ന് ആദ്യം എത്തുന്ന 2 സ്ഥാനക്കാർ മുന്നോട്ട് പോയ 24 ടീമുകളാവുള്ളൂ. പിന്നെയുള്ള 8 ടീമുകൾ കൂടി റൗണ്ട് ഓഫ് 32 യോഗ്യത നേടും. ആ യോഗ്യത കിട്ടുന്നത് മികച്ച 8 മൂന്നാം സ്ഥാനക്കാർ കൂടി കിടക്കും. അപ്പോൾ 12 ഗ്രൂപ്പുകളിൽ നിന്ന് 8 ഗ്രൂപ്പുകളിലും 3 ടീമുകളും കടക്കും. 4 ടീമുകളുള്ളതിൽ 3 ടീമുകളും അടുത്ത റൗണ്ടിൽ കടക്കും എന്നർത്ഥം. എന്നാൽ നമ്മളിപ്പോൾ നോക്കുന്നത് ഗ്രൂപ്പിൽ വിൻ ചെയ്യാൻ, ഒന്നാമതെത്താൻ ഓരോ ഗ്രൂപ്പിലെയും ടീമുകൾക്ക് എന്ത് സാധ്യതയാണ്, എത്ര ശതമാനമാണ് പ്രോബിലിറ്റി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നു. ഇതിൽ മെക്സിക്കോ, ഗ്രൂപ്പ് എയിൽ മെക്സിക്കോയും സൗത്ത് കൊറിയയും അതുപോലെ ചെക്ക് റിപ്പബ്ലിക്കും സൗത്ത് ആഫ്രിക്കയുമാണുള്ളത്. 4 ടീമുകൾ. അപ്പോൾ അതിൽ ഏറ്റവും അധികം ഗ്രൂപ്പ് വിൻ ചെയ്യാനുള്ള സാധ്യത ആദ്യത്തേരായിട്ടുള്ള മെക്സിക്കോക്കാണ്, സംശയമില്ല. സോ മെക്സിക്കോക്ക് 51% പ്രോബിലിറ്റി കണക്കാക്കുന്നത്. രണ്ടാമത് സൗത്ത് കൊറിയ 21%, മൂന്നാമത് ചെക്ക് റിപ്പബ്ലിക് 21%, സൗത്ത് ആഫ്രിക്കയ്ക്ക് 7% മാത്രമേ സാധ്യത ഇപ്പോൾ കണക്കാക്കപ്പെടുന്നുള്ളൂ. അതാണ് ഗ്രൂപ്പ് എയുടെ ഒരു സ്ഥിതി. മിക്കവാറും മെക്സിക്കോയും സൗത്ത് കൊറിയയും അതുപോലെ ചെക്ക് റിപ്പബ്ലിക്കും അടുത്ത റൗണ്ടിൽ കടക്കുമെന്ന് വേണം കരുതാൻ. ദെൻ ഗ്രൂപ്പ് ബിയുടെ കാര്യത്തിൽ പ്രോബിലിറ്റി കണക്കാക്കിയിരിക്കുന്ന അവിടെ സ്വിറ്റ്സർലൻഡും കാനഡയും ബോസ്നിയ ഹെർസഗോവിനയും ഖത്തറുമാണല്ലോ ഉള്ളത്. സ്വിറ്റ്സർലൻഡിന് തന്നെയാണ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാനുള്ള സാധ്യത കൂടുതൽ, 55%. കാനഡയ്ക്ക് 30%, ബോസ്നിയ ഹെർസഗോവിനയ്ക്ക് 13%, ഖത്തറിന് 2% മാത്രമേ പ്രോബിലിറ്റി കണക്കാക്കുന്നുള്ളൂ. അവർ മുന്നോട്ട് പോകാനുള്ള സാധ്യത തീരെ കുറവാണ്. ഗ്രൂപ്പ് സി ആണെങ്കിൽ ബ്രസീലും മൊറോക്കോയും സ്കോട്ട്ലൻഡും ഹെയ്റ്റിയുമുള്ള കടുത്തൊരു ഗ്രൂപ്പാണ്. ഇതിൽ ആര് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവും ചോദിച്ചാൽ സാധ്യത കൂടുതൽ ബ്രസീലിനാണ്. 74% പ്രോബിലിറ്റിയാണ് കണക്കാക്കുന്നത്. രണ്ടാമത് മൊറോക്കോ 18%, മൂന്നാമത് സ്കോട്ട്ലൻഡ് 7%, ഹെയ്റ്റിക്ക് 1% മാത്രമേ സാധ്യത കണക്കാക്കുന്നുള്ളൂ. ഗ്രൂപ്പ് ഡിയിലേക്ക് വന്നാൽ USA-യും തുർക്കിയും പരാഗ്വയും ഓസ്ട്രേലിയയുമാണ് ഈ ഗ്രൂപ്പിലുള്ളത്. ആദ്യമായിട്ടുള്ള USA-ക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത കണക്കാക്കുന്നത്, 39%. പക്ഷേ ഒപ്പം തന്നെയുണ്ട് തുർക്കി, 35% അവരുടെ ഗ്രൂപ്പ് വിന്നിംഗ് പ്രോബിലിറ്റി. പരാഗ്വയ്ക്ക് 18%, ഓസ്ട്രേലിയക്ക് 8% പ്രോബിലിറ്റി കണക്കാക്കിയിരിക്കുന്നു. ഗ്രൂപ്പ് ഇയിലേക്ക് വരുമ്പോൾ ജർമ്മനി, ഇക്വഡോർ, ഐവറി കോസ്റ്റ്, കുറസാവോ ടീമുകളാണ്. എന്താ സംശയം, ജർമ്മനിക്ക് തന്നെയാണ് ഈ ഗ്രൂപ്പിൽ ഏറ്റവും അധികം സാധ്യത. കഴിഞ്ഞ 2 വേൾഡ് കപ്പുകളിലും ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പൊട്ടി പുറത്തായ ടീമാണ് ജർമ്മനി. ഇത്തവണ അത് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാൻ അവർക്കുള്ള സാധ്യത കണക്കാക്കുന്നത് 67%, ഇക്വഡോറിന് 20%, ഐവറി കോസ്റ്റ് 12%, കുറസാവോ 1% മാത്രം. ഗ്രൂപ്പ് എഫിലേക്ക് വരുമ്പോൾ നെതർലൻഡ്സും ജപ്പാനും സ്വീഡനും ടുണീഷ്യയുമാണുള്ളത്. സംശയമില്ല, ഡച്ച് വടക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത കാണുന്നത്, 55%. രണ്ടാമത് ജപ്പാൻ 25%, മൂന്നാമത് സ്വീഡൻ 14%, ടുണീഷ്യക്ക് 6%. ഗ്രൂപ്പ് ജിയിലേക്ക് വരുമ്പോൾ ബെൽജിയം, ഈജിപ്റ്റ്, ഇറാൻ, ന്യൂസിലാൻഡ് ടീമുകളാണ്. ഗ്രൂപ്പിൽ വ്യക്തമായ ആധിപത്യം ബെൽജിയത്തിനുണ്ട്. ബെൽജിയം ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാനുള്ള സാധ്യത 67%, ഈജിപ്തിന് 19%, ഇറാന് 11%, ന്യൂസിലാൻഡിന് 3%മാണ് കണക്കാക്കിയിരിക്കുന്നത്. ഗ്രൂപ്പ് എച്ചിലേക്ക് വരുമ്പോൾ സ്പെയിനും ഉറുഗ്വായും സൗദി അറേബ്യയും കേപ്പ് വെർദയും ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ്. തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പിൽ ഏറ്റവും അധികം കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമായ സ്പെയിന് തന്നെയാണ് ഗ്രൂപ്പ് ചാമ്പ്യനാവാൻ കൂടുതൽ സാധ്യത കണക്കാക്കുന്നത്, 78%. ഉറുഗ്വായ്ക്ക് 18% സാധ്യത കണക്കാക്കുമ്പോൾ സൗദി അറേബ്യയ്ക്ക് 3%, കേപ്പ് വെർദയ്ക്ക് 1%മാണ് സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. ഗ്രൂപ്പ് ഐയിലേക്ക് വരുമ്പോൾ ഫ്രാൻസും ഐവറി കോസ്റ്റും സെനഗലും ഇറാഖുമാണുള്ളത്. അതിൽ കൂടുതൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാനുള്ള സാധ്യത ഫ്രാൻസിന് തന്നെയാണ്, സംശയമില്ല. 67% പ്രോബിലിറ്റി കണക്കാക്കുന്നത്. നോർവേക്ക് 22%, സെനഗലിന് 10%, ഇറാഖിന് 1%മാണ് സാധ്യത.
അതേസമയം ഗ്രൂപ്പ് ജയിൽ അർജന്റീനയും ഓസ്ട്രിയയും അൾജീരിയയും ജോർദാനുമാണുള്ളത്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് തന്നെയാണ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാൻ കൂടുതൽ സാധ്യത. 72% അർജന്റീനയ്ക്ക് സാധ്യത കണക്കാക്കുമ്പോൾ ഓസ്ട്രിയയ്ക്ക് 19%, അൾജീരിയയ്ക്ക് 8%, ജോർദാൻ 1% സാധ്യത കണക്കാക്കുന്നു. ഗ്രൂപ്പ് കെയിലേക്ക് വരുമ്പോൾ പോർച്ചുഗലും കൊളംബിയയും DR കോങ്കോയും ഉസ്ബെക്കിസ്ഥാനുമാണുള്ളത്. കൂടുതൽ ഗ്രൂപ്പ് ചാമ്പ്യൻ ആവാനുള്ള സാധ്യത പോർച്ചുഗലിന് തന്നെയാണ് കണക്കാക്കിയിരിക്കുന്നത്, 64%, കൊളംബിയയ്ക്ക് 28%, കോങ്കോക്ക് 5%, ഉസ്ബെക്കിസ്ഥാന് 3% സാധ്യത കണക്കാക്കുന്നു. അവസാന ഗ്രൂപ്പായ ഗ്രൂപ്പ് എല്ലിൽ തീർച്ചയായിട്ടും ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ, ഘാന, പനാമ ടീമുകളിൽ ആധിപത്യം ഇംഗ്ലണ്ടിനാണ്. 70% അവരുടെ ഗ്രൂപ്പ് വിന്നിംഗ് സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. ക്രൊയേഷ്യയ്ക്ക് 22%, ഘാനക്ക് 6%, പനാമക്ക് 2% സാധ്യത കണക്കാക്കുന്നു. ഏതായാലും ഇതൊക്കെ ഇപ്പോഴത്തെ ടീമുകളുടെ നിലവാരമൊക്കെ പരിഗണിച്ചുകൊണ്ടിടുന്ന ഒരു പ്രോബിലിറ്റിയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റൂ. പക്ഷേ കളിക്കളത്തിൽ എന്ത് സംഭവിക്കുന്നത് തന്നെയാണ് പ്രാധാന്യം. കാത്തിരിക്കാം ഇത്തവണത്തെ കിടിലൻ ഒരു വേൾഡ് കപ്പ് അനുഭവത്തിനായി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ടോക്സ് ഇരുത്താം.